ശ്രീ രത്തൻ ഗേൽക്കറുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനം സംബന്ധിച്ച് വസ്തുതകൾ സഹിതമുള്ള കാര്യങ്ങളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അത് അർഹരായ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും അനർഹരെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തുമുള്ള SIR പരിഷ്കരണം നിയമത്തിനും ചട്ടത്തിനും എതിരായി നടപ്പാക്കിയ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് രത്തൻ കേൽക്കർ. ഞങ്ങൾ CPIM നേരത്തെ നൽകിയ നിരവധി പരാതികളുടെ കോപ്പികളിലൊന്നാണിത്. ഇതിൽ ഞങ്ങളെന്ന് പറഞ്ഞത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പല അപാകതകളും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതൊന്നും പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല, ദിവസം കഴിയുന്തോറും നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായി പല കാര്യങ്ങളും നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് അക്കാലത്ത് ശനിയാഴ്ച തോറും CEO വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ വാക്കാലും രേഖാമൂലവുമായി കമ്മീഷൻ എഴുതി കൊടുത്ത പരാതികളിൽ പറഞ്ഞത്. ഇത് വ്യാജ വോട്ടർമാരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നത് സംബന്ധിച്ച് കൊടുത്ത പരാതിയുടെ ഒരു പകർപ്പാണ്. മറ്റ് പരാതികളുമുണ്ട്. തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം, ഉദുമ, നാദാപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടി UDFന് സൗകര്യമൊരുക്കി കൊടുത്തത്. അന്ന് തന്നെ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ കൊടുത്തത്. വ്യാജ വോട്ടർമാർ അവരുടെ പേരുകൾ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് വീടുകളുടെ അഡ്രസ്സിലല്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ആ കെട്ടിടത്തിലാണ് വോട്ടർമാരുടെ പേര് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഒരു കുടുംബത്തിൽ 16 പേരുണ്ടെന്നും അവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും UDFകാർ അപേക്ഷ കൊടുത്തപ്പോൾ ഉൾപ്പെടുത്തിയപ്പോൾ പട്ടികയിൽ ഒരേ വീട്ടു നമ്പറിൽ 16 മാതാപിതാക്കളുടെ പേരാണ് ഈ വോട്ടർമാർക്ക് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാവട്ടെ UDFൻ്റെ വോട്ടർമാരാണ്. ഒരിക്കലും ഒരു വീട്ടിൽ താമസിക്കുന്നവർ 16 മാതാപിതാക്കളോ ഭർത്താക്കന്മാരോ ഉണ്ടാവില്ല. അത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഫോട്ടോഗ്രാഫിൽ കാണിക്കുന്ന ഇത്തരമൊരു കെട്ടിടത്തിലാണ് അവരുടെ പേരുകൾ ചേർത്തത്. ഒരു വീടല്ല, പണി പൂർത്തീകരിക്കാത്ത ഷോപ്പാണിത്. ഇങ്ങനെ തെളിവുകൾ സഹിതം UDF വ്യാജ വോട്ടർമാരെ ചേർക്കുന്നു എന്നത് കൊടുത്തത് പരിഗണിക്കാതെ വോട്ടർ പട്ടികയിൽ അനർഹരായവരെ കൂട്ടിച്ചേർക്കാൻ അവസരം കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ കേൽക്കർ. അദ്ദേഹം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ചട്ടപ്രകാരം മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ആ അവസരം മാർച്ച് 15 ആവുമ്പോൾ റദ്ദാക്കുകയും മാർച്ച് 15-ന് ശേഷം അപേക്ഷ നൽകിയവരുടെ അപേക്ഷ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതിന് കാരണം ഉന്നത തലത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയാണ്. UDFനെ ചേർക്കാനുള്ള വോട്ടുകളെല്ലാം
വ്യാജ വോട്ടർമാരുടേതടക്കം ചേർത്ത് കഴിഞ്ഞിരുന്നു. എന്നു മാത്രമല്ല, അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ പേര് എണ്ണം കുറയുകയാണ് ചെയ്തത്. 2025 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്താൽ അന്ന് 2.85 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക പ്രകാരം 2.71 കോടി മാത്രമാണുള്ളത്. 2025 14 ലക്ഷം വോട്ടർമാരുടെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് 94 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട വോട്ടർമാരുടെ വോട്ട് വെട്ടിക്കളഞ്ഞപ്പോൾ 46 മണ്ഡലങ്ങളിൽ, അത് വടക്കൻ കേരളത്തിൽ, വോട്ടർമാരുടെ പേര് 10,000 മുതൽ 20,000 വരെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് അനർഹരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം ചില വിവരങ്ങൾ പുറത്തുവിട്ടു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണാത്മകമായ റിപ്പോർട്ടായിരുന്നു അത്. അതിൽ ആ പത്രം റിപ്പോർട്ട് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് UDF ഒരു കക്ഷിക്ക് വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടിയിരുന്നു എന്നും ആ കരട് വോട്ടർ പട്ടികയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് അനർഹരായ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി ലാപ്ടോപ്പും എടുത്ത് വീടുകളിലും ചില സ്ഥാപനങ്ങളിലും അപേക്ഷ കൊടുക്കാനുള്ള ഫോറൻ നമ്പർ 6 ഫോറൻ നമ്പർ 6A പ്രകാരം വിദേശത്തു നിന്നുമുള്ള നീക്കങ്ങൾ നടന്നത്. ഇത്രയും തെളിവുകളും വസ്തുതകളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ SIRലൂടെ അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് മാറ്റാനും നീക്കം ചെയ്യാനും അനർഹരായ ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താനും വേണ്ടി നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് എന്തേ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ശ്രീ VD സതീശൻ മൗനം ആചരിക്കുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ 30/10/2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, SIR ഞങ്ങൾ അതിശക്തമായി അപലപിക്കും. SIR വോട്ടവകാശം നിഷേധിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതീതിയാണ് കേരളത്തിലെ CEO. ഇലക്ഷൻ കമ്മീഷൻ BJP ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ SIRൻ്റെ പ്രവർത്തനം നീതിപൂർവമായി മാറില്ല എന്നും പറഞ്ഞയാളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. എന്തേ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് പറഞ്ഞത് വിഴുങ്ങുന്നത്? ഇപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ടായിട്ട് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹം അന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നടപടിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിനിധി ചില ഘട്ടങ്ങളിൽ വിഷ്ണുനാഥും ഭൂരിപക്ഷ സന്ദർഭങ്ങളിൽ റഹ്മാനും ആ യോഗങ്ങളിൽ വന്ന് കോൺഗ്രസിന് വേണ്ടി പറഞ്ഞത്
ബംഗാളിൽ SIRന്റെ പ്രവർത്തനം ജനാധിപത്യ വിരുദ്ധവും കേരളത്തിലെ പ്രവർത്തനം നീതിപൂർവമാണെന്നുമല്ല. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ന്യായീകരണം കാണുകയാണ്. ബംഗാളിലേത് മറ്റൊരു കാര്യമാണ്. കേരളത്തിൽ രത്തൻ ഗേൽക്കർ CEO ആയപ്പോൾ നീതിപൂർവമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന മട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറയണ്ടേ? രാഹുൽ ഗാന്ധി കേരളത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രതികരിച്ചത്. ബംഗാളിലാണ് ആദ്യമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ IASകാരനെ ചീഫ് സെക്രട്ടറിയായും SIRന് പ്രത്യേക ചുമതല ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത IASകാരനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായും നിയമിച്ചത്. ബംഗാളിൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവർ, BJPയെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെങ്കിൽ കേരളത്തിൽ രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളപൂശുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താ? വലിയ മോഷണം നടത്തിയ ആൾക്ക് വലിയ സമ്മാനം. യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ CEOനും ബാധകമാണ്. ബംഗാളിൽ 27 ലക്ഷം വോട്ടർമാരുടെ പേരാണ് വെട്ടിയതെങ്കിൽ കേരളത്തിൽ 24 ലക്ഷം വോട്ടർമാരുടെ പേരാണ് ആദ്യം വെട്ടിയത്. AST വന്നതിന് ശേഷം പൗരത്വ രേഖ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ചിലർക്ക് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ടത്. അതോടൊപ്പം ചിലരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച രീതിയിൽ അനർഹരായ UDFകാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം കൊടുത്തിട്ടാണ്. അതുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, അത് കേരളത്തിലായാലും ബംഗാളിലായാലും ബീഹാറിലായാലും തമിഴ്നാട്ടിലായാലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടുകമായി നിലകൊണ്ട് പ്രവർത്തിച്ചവരാണ്. നീതിപൂർവമായിരുന്നില്ല SIRന്റെ പ്രവർത്തനം. അത് നടപ്പാക്കിയ എല്ലാ സംസ്ഥാനങ്ങളുടെയും അനുഭവമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ ഒരു ഓൺലൈൻ ചാനലിന് അഭിമുഖം നൽകിയപ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നീക്കം ചെയ്യപ്പെട്ടല്ലോ. എന്തുകൊണ്ടാണ് നീക്കം ചെയ്യപ്പെട്ടത്? ഇദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നടപടികൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വിഴുങ്ങാൻ കഴിയുന്നത്? ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാൽ രണ്ട് കാര്യമാണ് മുഖ്യമന്ത്രിക്ക് നേടാൻ കഴിയുന്നത്. ഒന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ UDFന് വ്യാജ വോട്ടർമാരെ ചേർക്കാൻ കഴിഞ്ഞ ആൾക്ക് പാരിതോഷികം. രണ്ട്, ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചാൽ BJPയെ തൃപ്തിപ്പെടുത്താം. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൻ്റെ പിന്നിലുള്ള കാര്യം. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ അത് ഭരണക്കാർ പറയട്ടെ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്ന് പറഞ്ഞത്? ഇതിൽ വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സാധാരണ അവരുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഇലക്ഷൻ കമ്മീഷൻ അവസാനിപ്പിച്ചതിന് ശേഷം സർക്കാരിൽ പുനർനിയമനത്തിന് വരുന്നത് പോലെയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിയുടെ ചുമതല. അത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പോലെ, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ പോലെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള നിയമനമാണ്.
അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ന്യായവും ജയിച്ചപ്പോൾ മറ്റൊരു ന്യായവും, രാഹുൽ ഗാന്ധിയെ അവഹേളിക്കും വിധത്തിലുള്ള പ്രതികരണവും, കേരളത്തിൽ ഒരു ന്യായവും ബംഗാളിൽ മറ്റൊരു ന്യായവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.